വെള്ളിനേഴി കുറ്റാനശ്ശേരിയിൽ പാടത്തേക്കും ജലസ്രോതസ്സുകളിലേക്കും കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കുറ്റാനശ്ശേരി തെരുവ് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യം തള്ളിയത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 5-6 വാർഡുകൾ ഉൾക്കൊള്ളുന്ന തെരുവ് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. രാത്രിയുടെ മറവിൽ വലിയ വാഹനങ്ങളിൽ എത്തിച്ച മാലിന്യം പാടത്തേക്കും സമീപത്തെ തോട്ടിലേക്കുമാണ് തള്ളിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. ആൾപെരുമാറ്റം കുറഞ്ഞ സ്ഥലങ്ങളിൽ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത് പ്രദേശത്ത് ഉൾപ്പെടെ പതിവായിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPIയും BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളിയിട്ടും ഇതുവരെയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ് എന്ന് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് പുളിക്കൽ പറഞ്ഞു. വെള്ളിനേഴി പഞ്ചായത്തിലെ കുറ്റാനശ്ശേരി തെരുവിനടുത്തുള്ള പാടത്ത് കക്കൂസ് മാലിന്യം കൊടുന്ന് തള്ളിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ആയിരിക്കും, അതൊന്ന് മിനിഞ്ഞാന്നല്ല, ഇപ്പം ഇന്നേക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നാറ്റം ഇതൊക്കെ വന്നതിന് സ്ഥിതിക്ക് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ മാലിന്യം പാടത്താണ് തള്ളിയിട്ടുള്ളത്. അതിനടുത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ആ തോട്ടിലും തള്ളിയെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നേരെ ചെന്ന് ഈ മാലിന്യം തോട്ടിലെ വെള്ളം ഒഴുകുന്നത് പുഴയിലേക്കാണ്. പുഴയിലെ വെള്ളം, കുടിവെള്ളം പല പഞ്ചായത്ത്, ഇപ്പോൾ അടുത്തുള്ള വെള്ളിനേഴി പഞ്ചായത്ത്, തച്ചനാട്ടുകര പഞ്ചായത്ത്, താഴേക്കോട്, അലനല്ലൂര്, ആലിപ്പറമ്പ് എന്നിങ്ങനെ താഴേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന താഴേക്കുള്ള പഞ്ചായത്തുകളിലൊക്കെ ഈ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വെള്ളം. ഈ വെള്ളത്തിൽ ഇങ്ങനെ സാമൂഹ്യ ദ്രോഹികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് പാടത്തും തോട്ടിലും പുഴയിലും തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതിന് മുന്നേയും വെള്ളിനേഴി പഞ്ചായത്തിൽ ഇങ്ങനെ പല സ്ഥലത്തും, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത്, അതുപോലെ പല സ്ഥലത്തും ഇത് ഉണ്ടായിട്ടുണ്ട്. അന്നും ഞങ്ങൾ ഇതേപോലെ പറയലുണ്ടായി ഇതിനുള്ള നടപടി എടുക്കണമെന്ന്. പക്ഷെ നടപടി എടുത്തോന്ന് വെച്ചാൽ അതിനുള്ളൊരു തക്കതായ ഒരു ഇതല്ല. കാരണം ഇപ്പോൾ ഈ മാലിന്യം തള്ളിയ പാടത്ത് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല എന്ന് പറയുന്ന രീതിയാണോ എന്താ അറിയാം, ഇതുവരെ ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകൾ പോലും പ്രവർത്തിക്കുന്നില്ല എന്നും പഞ്ചായത്ത് സാമൂഹ്യ വിരുദ്ധർക്ക് കുടപിടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി BJP രംഗത്ത് വരുമെന്നും BJP വെള്ളിനേഴി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പറഞ്ഞു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയാണ് ആ സ്ഥലത്ത് ഈ സാധനം കൊണ്ടുവന്ന് തള്ളി. ഇന്ന് ഇത്ര നേരം വരെ പഞ്ചായത്ത് ഭരണസമിതിയോ മെമ്പർമാരോ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഇതിന് വേണ്ട നടപടികൾ ഉണ്ടായിട്ടുമില്ല. നിരന്തരമായി നമ്മുടെ കുറ്റാനശ്ശേരി പ്രദേശത്ത് മുറിയങ്കണ്ണി, പിന്നെ കുറുവട്ടൂർ ഭാഗത്ത് മാലിന്യം കൊണ്ടുവന്ന് വന്ന് തള്ളുന്നതിനെ പറ്റി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ വിവരം പറഞ്ഞിട്ടുള്ളതാണ്. നടപടി അവർ സ്വീകരിക്കാമെന്നും അതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്നും ഏറ്റതാണ്. എന്നിട്ട് ഇന്നേ വരെ യാതൊരുവിധ പ്രവർത്തനം നടത്തുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങോട്ട് വരുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള സ്കൂളിൻ്റെ പരിസരത്തുള്ളതും വായനശാല പരിസരത്തുള്ളതും പട്ടുതുറി പരിസരത്തുമുള്ള മിനിമാസ് ലൈറ്റുകൾ ഏതും കത്തുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ഇതൊന്നും അന്വേഷിക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിക്ക് പിന്നെ മെമ്പർമാർക്കോ സൗകര്യമില്ല എങ്കിൽ ഉറപ്പായും ഈ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വെള്ളിനേഴി പഞ്ചായത്തിൽ BJP ശക്തമായി രംഗത്ത് വന്ന് ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരിക. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.